നമുക്കിന്നൊരു മീൻ വെറ്റിച്ചത്, മീൻ പൊള്ളിക്കാന്ന് പറയും. ചെറിയ മീനുകളൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് തേങ്ങ അരയ്ക്കാണ്ട് തന്നെ പൊള്ളിക്കാനായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ചെയ്യുന്നത് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ചട്ടി വയ്ക്കുക. ചട്ടിന്ന് മറ്റൊരു സ്റ്റീൽ ചട്ടി ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ വീട് മൺചട്ടി വെച്ച് മൺചട്ടി ഏതാന്ന് വെച്ച് അങ്ങനെ ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, പിന്നെ അതിലേക്ക് കടുക് പൊട്ടിച്ചു. കടുകൊന്ന് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഉലുവ ഉണ്ടല്ലോ, ഉലുവയിട്ടൊന്ന് പൊട്ടി കഴിയുമ്പോൾ പിന്നെ നമ്മൾ സാധാരണ കറിവേപ്പില കുറച്ചിടുക. ഇതിപ്പോൾ നമ്മൾ സാധാരണ ഞങ്ങളുടെ വീട്ടിൽ വയ്ക്കുന്ന അത്ര അളവുണ്ടോ കേട്ടോ. അതിലേക്ക് ചുവന്നുള്ളി വന്നിട്ടുണ്ട്, ഒരു പിടി ചുവന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് ഇട്ടിട്ടൊന്ന് വഴറ്റി. അപ്പം നിങ്ങൾ പുളി എങ്ങനെ, നമ്മളിങ്ങനെ ഒരു പുളിക്കൊക്കെ ഒരു ഇതുണ്ട്, കുറച്ച് പുളി ഉണ്ടായ ടേസ്റ്റ് ഉണ്ടാവും. ചിലവർ തക്കാളി മാത്രം ഇട്ടിട്ട് പൊള്ളിക്കും. എനിക്കങ്ങനെ തീരെ പുളി കുറഞ്ഞ ഇഷ്ടമല്ലേ കറി, അതുകൊണ്ട് ഞാൻ കുടംപുളി ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ തക്കാളി ഇടും. ഒരു 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞാക്കിയിട്ട്. അപ്പോൾ ആ 2 തക്കാളിയും കൂടി ആഡ് ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം നല്ലോണം വഴറ്റുക. വളരെ നന്നായിട്ട് വഴറ്റുക. ആ വഴറ്റി കഴിയുമ്പോൾ ബാക്കി ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെയാണ് ചേർക്കേണ്ടത്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി ഉപയോഗിക്കും, കാരണം കളർ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. ഒരു 1 സ്പൂൺ ഇട്ടുള്ളൂ. പിന്നെ ബാക്കി നമ്മൾ സാധാരണ മുളക് പൊടി ഇട്ടു. പിന്നെ അതിലേക്ക് 2 പച്ചമുളക് ഞാൻ കീറിയിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇട്ടൊന്ന് വഴറ്റി കഴിയുമ്പോൾ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചത്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമുക്ക് ഈ മീൻ ഇടാനായിട്ടുള്ള പാകത്തിനുള്ള വെള്ളമാണ് അത് ഒഴിക്കണേ. 2 കീറി കുടംപുളി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഞാൻ പറയാൻ മറന്നൊന്നും അറിയില്ല. അപ്പോൾ കുടംപുളി ഇട്ടു. ഉപ്പൊക്കെ ഒന്ന് നോക്കി പാകത്തിനായി കഴിയുമ്പോൾ ഒന്ന് വേഗം തിളച്ചിങ്ങനെ വരുന്ന സമയമാകുമ്പോൾ വറ്റിങ്ങനെ കാണുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്നത് മീനാണ്. നമ്മൾ കഴുകി നല്ല നീറ്റാക്കി വയ്ക്കുക മീൻ. അതിങ്ങനെ ഒന്ന് വറ്റി തിളച്ച് വന്ന് വറ്റി കഴിയുമ്പോൾ അതിലേക്ക് ഇതുപോലെ മീൻ ആഡ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഒന്ന് അടച്ചു വേവിക്കുക. അത് ഇത്രയും മീനിടാനുള്ള സ്ഥലമില്ല, വളരെ കുഞ്ഞ് ചട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുള്ള സ്ഥലപരിമിതി കാണിക്കുന്നുണ്ട്. അതിൽ വെച്ചിട്ട് ഞാൻ എല്ലാം കൂടി അങ്ങനെ തന്നെ ഇട്ടു. അപ്പോൾ കുറച്ചും കൂടി എന്ത് ചെയ്തു എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടി കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചു. അപ്പോൾ എന്നിട്ട് അത് മൂടാനുള്ള എരിവ് ഞങ്ങൾക്ക് അത്ര എരിവ് പറ്റില്ല. കുഞ്ഞുങ്ങളൊക്കെ കഴിക്കണം, അപ്പോൾ അവർക്ക് അത്ര എരിവ് പറ്റില്ല. അതുകൊണ്ട് എനിക്കും അത്ര എരിവിനോട് വലിയ ഇഷ്ടമില്ല. അപ്പോൾ ആ ഒരു പരിധിക്കുള്ള എരിവുണ്ടാവും. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച്, ചൂടുവെള്ളം അരിക്കണം എന്ന് മാത്രം, പച്ചവെള്ളം ഒഴിക്കരുതേ. എന്നിട്ട് ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കുക. കുറച്ച് കറിവേപ്പും കൂടി മുകളിൽ വയ്ക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ചാള പൊള്ളിച്ചത് അല്ലെങ്കിൽ